എന്തെന്നാലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാണെന്ന് ഞാൻ കരുതുന്നത്. ദിലീപ് കൃത്യത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 120B ഗൂഢാലോചനയിലുണ്ട്. ദിലീപിന് വേണ്ടിയിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്ന് പ്രതി പല സന്ദർഭത്തിലും പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കോടതിയെ പറ്റിയും വളരെ മോശമായ അഭിപ്രായങ്ങളുമൊക്കെ എൻ്റെ ഇടയ്ക്ക് പൊന്തി വന്നു. പക്ഷേ അചഞ്ചലമായി കോടതി അവിടെ നിന്നു. ഹൈക്കോടതിയിൽ ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ കൊടുത്ത കേസുകളൊന്നും ഹൈക്കോടതി വിലക്കെടുത്തില്ല. അങ്ങനെ പോയാൽ കേരളത്തിലെ എല്ലാ ട്രയൽ നടക്കുന്ന ജില്ലാ ജഡ്ജിമാരുടെ ബെഞ്ചിലും ഇതുപോലുള്ള ആരോപണം കൊണ്ട് അവരെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ആ ജഡ്ജിയെ മാറ്റിയില്ല. ജഡ്ജി തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണമൊക്കെ വന്നിട്ടും അചഞ്ചലമായിട്ട് ജഡ്ജി ആ കേസിൻ്റെ ട്രയൽ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ എവിഡൻസുകളെല്ലാം റെക്കോർഡ് ചെയ്തു. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കൽ. മാസക്കണക്കിന് അവർ ഊണോ ഉറക്കോ ഒഴിച്ചിട്ടാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സംശയം വരുമ്പോഴും ആ പ്രതിഭാഗം വക്കീലിനെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജകുമാറാണ്, തിരുവനന്തപുരത്തുള്ള അജകുമാറാണ് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് കൂടെ ഈ ബിജു പൗലോസിൻ്റെ ഒപ്പം നിന്നത്.